AKG ടൂർ യൂറോപ്പിൻ്റെ അതിമനോഹരമായ ഗ്രിംസൽ പാസ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രിംസൽ പാസ് ആൽപ്സ് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രിംസൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയേക്കുക. നമുക്കിനി ഗ്രിംസൽ പാസിലോട്ടുള്ള വഴികളും എല്ലാം കാണാം. നമുക്ക് പോവാം. അടിപൊളിയായിട്ടുള്ള വ്യൂസാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഗുഹയും എല്ലാ സ്ഥലത്തും കൂടെ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ജർമ്മനിയിൽ നിന്നുള്ള വഴി കൂടെ ബൈ റോഡാണ് നമ്മൾ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളും കണ്ടാണ് പോകുന്നത്. മനസ്സിന് കുളിർമ തരാൻ വേറെ ഒന്നിനും നേച്ചറിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. ബൈക്ക് യാത്രക്കാരാണ് ഇതിൽ കൂടെ കൂടുതൽ ഈ വഴി കൂടെ പോകുന്നത്. എന്നാൽ നമ്മൾ ഈ വലിയ പാസുകൾ, അതായത് ആൽപ്സിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. ആൽപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, എന്താ ഭംഗി! ശരിക്കും പിക്ചറിൽ എങ്ങനെ നമ്മൾ കാണുന്നോ അതേമാതിരി തന്നെ നമ്മൾ കാണുന്നു. മൈൻഡ് റിലാക്സ് ആവുന്ന ഒരു യാത്രയായിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി. അങ്ങനെ ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ ചെറിയ ഗ്രാമത്തിലൂടെയൊക്കെയുള്ള വഴികളാട്ടോ. കാടാണ്, വീടുകളൊന്നുമില്ല. സ്ഥലം ഉള്ളതിൻ്റെ മുകളിലോട്ട് കയറുന്തോറും മലകൾ മാത്രം വരും. ഓരോ സ്ഥലത്തിൻ്റെയും വ്യത്യസ്തമായ പ്രത്യേകതകൾ കണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോകണം. പക്ഷേ ഇതൊക്കെ കാണിച്ചാലാണ് നമ്മൾ മുകളിലെത്തുമ്പോഴുള്ള വ്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആൽപ്സിൻ്റെ ചെറിയ മലകളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. ചെറിയൊരു സ്ഥലത്ത് നിർത്തി വീഡിയോ എടുക്കുന്നു. പിന്നെ എന്നെ ഓരോരോ പോകുന്നു. ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ സമ്മറല്ലേ, അതുകൊണ്ട് മഞ്ഞുണ്ട്. മുകളിലോട്ട് കയറുന്തോറും തണുപ്പാണ്. പക്ഷേ ചുറ്റും മഞ്ഞ്, മലനിരകൾ. വാവ്, അമേസിംഗ്. ഓക്കെ, ഫൈൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം. ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ, ഒരു പ്രാവശ്യമല്ല, നമ്മൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. വേറൊരു ലെവലാട്ടോ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഡാം സൈഡിലോട്ടാണ് പോകുന്നത്. ഈ ആൽപ്സിൻ്റെ ഈ മലകളുടെ ഇടയിൽ ചെറിയൊരു കുളം പോലെയുണ്ട്. കുളം അല്ല, വലിയൊരു തടാകം. അപ്പോൾ അത് ഡാം കെട്ടി തിരിച്ചേക്കുക. റോഡൊക്കെ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡാം കാണാൻ വേണ്ടി പോകുന്നു. ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പോണ വഴി. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായില്ലേ, ഗൽമർസയുടെ വീഡിയോ ഉണ്ടായിരുന്നു. കാണാത്തവർ കാണണേ. പിന്നെ മറ്റേ സൈഡിലുള്ളൊരു തടാകമാണിത്. ഗൽമർസ അടിപൊളിയാട്ടോ. അപ്പം അതിൻ്റെ തടാകത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇത് റോട്ടിൽ കൂടെ പോകുമ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ. 2 തടാകങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതിപ്പോൾ ഒരെണ്ണം ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി മുകളിലോട്ട് എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ആൽപ്സിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഹെവൻലി ഫീലിംഗ്. ഒരു രക്ഷയില്ല. മഞ്ഞ് എല്ലാം ഉണ്ട്. സമ്മറിലാണ് കൂടുതൽ യാത്രക്കാർ വരുന്നത്. ഡാമിൻ്റെ സൈഡിൽ നിർത്തി നമ്മൾ പച്ചവെള്ളം. എന്ത് രസമല്ലേ കാണാൻ! അടിപൊളിയായിട്ടുള്ള പച്ചവെള്ളം. ഇതിൻ്റെ നമുക്ക് നടക്കാം. ഏറ്റവും കൂടുതൽ വാൻഡാണ്, അതായത് നടക്കാൻ ആൾക്കാർ വരുന്ന വഴി. അത് മലയുടെ മുകളിലോട്ടൊക്കെ നടക്കുന്നില്ലേ. അപ്പം അങ്ങനെ ഹോട്ടൽ പരിപാടികളൊക്കെ കുറവാണെങ്കിലും ഫുഡൊക്കെ കഴിക്കലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ നേച്ചറിനെ ആസ്വദിക്കാൻ വരുന്നവർക്ക് അടിപൊളിയാണ്. കണ്ട് നമുക്ക് ഒട്ടും നമ്മൾ ഇതാവില്ല. നമ്മൾ മൈൻഡ് റിലാക്സ് ആവുള്ളൂ. അങ്ങനൊരു സ്ഥലം. ഒരു ബോറിങ് നമുക്ക് അനുഭവം ഉണ്ടാവില്ല. നടന്ന് നമ്മൾ എന്തോരം നടന്നാലും നമുക്ക് നടന്നു ഫീൽ ഉണ്ടാവില്ല. അതുമാതിരത്തെ ഒരു സ്ഥലം. എല്ലാവരും താഴേന്ന് പാസ് കയറി വരുന്ന വഴിയാണ് കാണുന്നത്. താഴേന്ന് നമ്മൾ ആ വഴിക്കാണ് വന്നത്. ചെറിയ പാമ്പ് വളഞ്ഞുള്ള വഴി. അടിപൊളി.
എനിക്ക് തോന്നുന്നു ഈ വിൻ്ററിലൊക്കെ മഞ്ഞ് വീണ് ആൽപ്സിൽ ഈ വെള്ളം മഞ്ഞുരുകി വന്നാന്ന് തോന്നുന്നുണ്ട്. പുറത്തെങ്ങും വരാൻ വഴിയില്ലല്ലോ, അല്ലെങ്കിൽ മഴ വീണം. നമ്മൾ പിന്നെയും പോയി. നമ്മൾക്ക് ഇനി കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് ഗ്രിംസൽ പാസ് കാണണം, ഫുൾക്ക പാസ് കാണണം, അങ്ങനെ കുറേ പാസുകളുമുണ്ട്. ഇപ്പം ഗ്രിംസൽ പാസിലോട്ടാണ് പോകുന്നത്. അടിപൊളി തടാകവും മഞ്ഞും ചെറിയ ആക്കയൊക്കെ വേണോട്ടോ ഇവിടേക്കൊക്കെ വരുമ്പോൾ. കണ്ട അകലേന്ന് പോയാലും ഇത് എന്ത് ഭംഗിയല്ലേ കാണാൻ. പടത്തി വരച്ച് വെച്ച മാതിരിയുണ്ട്, അതുമാതിരി ഭംഗിയാണ്. ഓഹോ, ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. എന്നാലും അതിൻ്റെ ഒരു ഭംഗി, നേച്ചറേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുമാതിരി രസമാണ് നേച്ചർ. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ്. ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ കണ്ടോ, അതാണ് സ്ലോ മോഷനിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോവിൽ നമ്മൾ വീഡിയോ എടുക്കണേ, കളറും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോൾ തന്നെ ഇത്രയും ഭംഗിയാണ്. വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ അടിപൊളിയായിട്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും പാസുകൾ കയറാനാണ് പോകുന്നത്. ഒരു വീഡിയോയിലൊന്നും തീരുന്ന കാര്യങ്ങളല്ല ഇത്. അടിപൊളി. അതുകൊണ്ട് ഇനിയും വരുന്ന വീഡിയോകളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇനിയും അടുത്തത് ഫുൾക്ക പാസ് കാണുന്നുണ്ട്, ഗ്രിംസൽ പാസ് കാണുന്നുണ്ട് എല്ലാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. സ്റ്റേ ട്യൂൺഡ് ആയിട്ട്